ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ മുകളിലേക്ക് വന്നതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഡ്രസ്സുകളൊക്കെ അലക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ചിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പിന്നെ മുകളിലുള്ളത് ഈ ഒരു അയിലാണ് കേട്ടോ. അപ്പം ഈ ഒരു അയിലുമേൽ ഫുള്ള് ചിക്കാറുണ്ട്. ഇത് നമ്മുടെ നൈബറിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ കണ്ടാൽ ഒരു വീട് പോലെ തോന്നുന്നു എല്ലാവരും പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിയും കൂടെ ഞാനിതാ ഈ ഒരു കമ്പിയിൽ ചിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കമ്പിയും കൂടി ഞാൻ ചിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പികളിലൊക്കെ ചിക്കാൻ ഉണ്ടാവും കേട്ടോ, നിറയെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കമ്പികളിലൊക്കെ ഫുള്ളാക്കിയതിന് ശേഷം ഞാൻ അപ്പുറത്ത് കുറച്ച് ചിക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തൂടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ചിക്കിയിട്ട് ആ കമ്പിയും കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ്ടൊക്കെ ചിക്കി കഴിഞ്ഞ് ഇനി ഞാൻ അടുത്ത പണിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അയില മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടിപൊളി മീനായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അയല എന്നാണ് കേട്ടോ ഈ മീനിന് പറയുന്നത്. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആണോ പറയാറ്? അപ്പം അയലാണ് കേട്ടോ ഇന്നത്തെ മീൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അതാ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉലുവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഉള്ളി വാടിയതിന് ശേഷം. അപ്പോൾ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്ത് പിന്നെ അടുത്ത് തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയും അതിലേക്കുള്ള മസാല ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കറി ഏതാണ്ട് സെറ്റായിട്ടോ. മീനും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ അടുത്ത് മീൻ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ ചെയ്തിട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ ഇനി കാണിക്കുന്നത്. കുറച്ച് പഴം വാട്ടാന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പഴം വാട്ടുക മീൻസ് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തേങ്ങ ഒക്കെ ചിരകി വെക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് കേട്ടോ തേങ്ങ ചിരകുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ടാട്ടോ ചിരകിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല ഉറുമ്പ് ശല്യം ഉണ്ട് കേട്ടോ, അതാണ് നിങ്ങൾ കാണുന്നത്. എത്രയൊക്കെ ക്ലീൻ ആക്കിയാലും ഉറുമ്പ് വരുന്നുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. പിന്നെ അത് അയിമണൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ എക്സാമിൻ്റെ മാർക്കാട്ടോ പറയുന്നത്. ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് എക്സാമിൻ്റെ മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പേപ്പർ കിട്ടിയിട്ടില്ല കേട്ടോ. പേപ്പർ എന്നാ കിട്ടുകയെന്ന് വെച്ചാൽ നാളെ മീറ്റിംഗ് ഉണ്ട് ഫ്രൈഡേ. ഇന്ന് വ്യാഴാഴ്ച ആണ് കേട്ടോ. അപ്പോൾ നാളെ വെള്ളിയാഴ്ച 10 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പോയാലേ പേപ്പർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മാർക്കൊക്കെ അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ JKൻ്റെ മാർക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ JK അവന് തീരെ പഠിക്കാതെ പോയൊരു വിഷയമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിൻ്റെ മാർക്കാണ് കേട്ടോ അവൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പയറിന് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിലെത്തിയപ്പോഴേക്കും അവർ സ്കൂളിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഋതക്ക് നല്ല വിഷമം തന്നെ അവളൊരു പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നിന്നതാണ്. അങ്ങനെ പഴങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി റോസ്റ്റ് ചെയ്യാനും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം വലുതാക്കിയാണ് കേട്ടോ ഞാൻ പഴം കട്ട് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ തിന്നാക്കി കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒട്ടി പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. മറ്റേത് ഇങ്ങനെ ഒന്നായിട്ട് കൊഴിഞ്ഞു പോകും, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഓവർ പഴുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു പഴം എന്താ പറയുക, നല്ലൊരു പാകമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്നാലേ ഒരു നെയ്യ് ഇങ്ങനെ ഒരു നനവുണ്ടാവുള്ളൂ. മറ്റേത് ഡ്രൈ ആയി നിൽക്കും, അതുകൊണ്ടാണ്. അങ്ങനെ ഇതാ നമ്മുടെ പഴം റോസ്റ്റ് ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ തേങ്ങ നല്ലോണം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മുഴുവനും എടുത്തിട്ടുണ്ട്. എന്നാലേ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല തേങ്ങ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ എന്താ തേങ്ങ കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പാനൊക്കെ ഫുള്ളായിട്ടുണ്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ. അത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ ഇതാ നമ്മുടെ പയർ റോസ്റ്റൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ 2 പാത്രം എടുത്തിട്ട് അതിലേക്ക് വിളമ്പുകയാണ്.
തേങ്ങ ചെറിയ പാത്രമാണ് ഒന്ന്, പിന്നെ വേറൊരു പാത്രം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടോടെ തന്നെ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വിളമ്പാണ് കേട്ടോ. അങ്ങനെ ഇതാ അയ്മണ് ഫോണൊക്കെ കണ്ടിട്ട് കഴിക്കുകയാണ് കേട്ടോ. അയ്മൻ്റെ പന്തൊക്കെ മുറ്റത്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സപ്പോട്ടമരമാണ് കേട്ടോ നിങ്ങൾ ഇതാ ഈ കാണുന്നത്. അപ്പം ഇതാ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നിറയെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാ അയ്മൻ്റെ ഫ്രണ്ട്സ് ഓരോന്നോരോന്നായിട്ട് വരൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ. അപ്പം വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവൻ ചിരിക്കുകയാണ്. പിന്നെ ഇതെൻ്റെ റംബൂട്ടാൻ മരമാണ് കേട്ടോ. അപ്പം റംബൂട്ടാൻ വെച്ചിട്ട് ഇപ്പം 3 വർഷമായിട്ടുണ്ട്. അപ്പം അടുത്ത വർഷമൊക്കെ കായ്ക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇരിക്കാനുള്ളൊരു സപ്പോട്ട മരം അടുത്ത് നിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നിറയെ ഉണ്ടായി നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലേ കാണുമ്പോൾ. അപ്പോൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു തവണ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോയിൽ കാണുന്നേക്കാട്ടും ഒന്നുകൂടെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൊമ്പുകളൊന്നും വെട്ടി കൊടുത്തിട്ടില്ല കേട്ടോ ഇതുവരെ. ഇതിൻ്റെ നേരെ താഴെ ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഈ ഒരു പൈപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് ഇതിന് നനവായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മരുന്ന് വെച്ചാൽ പടർന്ന് പിടിച്ചിട്ടുള്ളൊരു മരമാണ് കേട്ടോ. മുകളിലേക്ക് നല്ല ഹൈറ്റൊന്നുമില്ല, അവിടെ തന്നെ അങ്ങനെ പടർന്ന് പിടിച്ചിട്ടുള്ളൊരു പന്തലിച്ച മരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കായ്കളൊക്കെ പറിക്കാനും അതുപോലെ തൊടാനൊക്കെ പറ്റും കേട്ടോ താഴെയുള്ളത്. പിന്നെ കുറച്ച് മുകളിലേക്കുണ്ട്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സപ്പോട്ട വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അയ്മണ് കഴിക്കുന്നുണ്ടോ എന്ന് പോയി നോക്കിയപ്പോൾ അയ്മണ് ഫ്രണ്ടിൻ്റെ കൂടെ നല്ല കളിയാണ് കേട്ടോ. ഫ്രണ്ടിന് കുറേ പഴം വേണമെന്ന് ചോദിച്ചപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഇത് റംബൂട്ടാനാണ് കേട്ടോ. റംബൂട്ടാൻ്റെ മരം വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ 3 വർഷമായിന്ന്. അപ്പം അതിങ്ങനെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീടിന് കുറച്ചുകൂടെ പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹോം ടൂറൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് എൻ്റെ സീതപ്പഴമാണ് കേട്ടോ. എൻ്റെ ഒരേ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വെച്ചൊരു മരമാണ് കേട്ടോ ഈ ഒരു സീതപ്പഴം. അപ്പോൾ ആദ്യം മുറ്റത്ത് സ്ഥലമില്ല എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ വെച്ചതാണ് കേട്ടോ ഉള്ള സ്ഥലത്തൊക്കെ. പിന്നെ വേക്കൂടെ തിരിഞ്ഞ് നോക്കിയപ്പോൾ കേട്ടോ അയ്മൻ്റെ ബാക്കി ഫ്രണ്ട്സും കൂടെ വരുന്നത്. അവരൊക്കെ വൈകുന്നേരം ആയാൽ ഇവിടെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അയ്മൻ്റെ കൂടെ കളിക്കാനൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.